നമസ്കാരം. കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ പരിസരത്തൊക്കെ നല്ല പനിയും ചുമയും ജലദോഷവും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പം ഞങ്ങൾക്കും പനി നല്ല ശക്തമായി തന്നെ ബാധിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് രസമുണ്ടാക്കിയാൽ എന്താ എന്നൊരു തോന്നൽ വന്നത്. അതായത് തൊണ്ടവേദന, ചുമ ഇതെല്ലാം മാറാനായിട്ട് രസം നല്ലതാണെന്ന് പണ്ടേ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിന് ഒരു റെസിപ്പി എങ്ങനെയാണ് ഞങ്ങളിവിടെ രസം തയ്യാറാക്കുന്നത് എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യമായിട്ട് 5 തക്കാളി, അതിൽ 2 വലിയ തക്കാളിയും 3 ചെറിയ തക്കാളി, തീരെ ചെറുതായതുകൊണ്ടാണ് ഇത്രയും എടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് വരഞ്ഞു, ഒരു പ്ലസ് പോലെ അതിൻ്റെ മുന്നിലും പിന്നിലും പ്ലസ് പോലെ വരച്ചിട്ട് ഒരല്പം വെള്ളത്തിലിട്ട് ഉപ്പും ഇട്ടൊന്ന് തിളപ്പിക്കാൻ വെച്ചു. ഇനി രസപ്പൊടി ഉപയോഗിക്കുന്നില്ല, അതിന് പകരം ഞാനിവിടെ കുറച്ച് പൊടികൾ മിക്സ് ചെയ്തിട്ടാണ് രസപ്പൊടിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ജീരകപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ആദ്യം തന്നെ കുറച്ച് ജീരകം, ഉലുവ, കറിവേപ്പില എന്നിവ നന്നായിട്ടൊന്ന് വറുത്ത് ഒരു മണം വരുമ്പോഴത്തേക്കും അത് മാറ്റി വയ്ക്കാം. അപ്പുറത്തെ സൈഡിൽ തക്കാളി നന്നായിട്ട് വേവുന്നുമുണ്ട്. ഇനി ആ വറുത്ത് വെച്ച സാധനങ്ങളൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂണിൽ അല്പം അധികം കുരുമുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. പിന്നെ നിറത്തിനായി അല്പം കാശ്മീരി മുളക് പൊടിയും ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രസപ്പൊടിയുടെ കൂട്ട്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത്, വേവിച്ച് വെച്ച ആ തക്കാളി, അതിൽ നമ്മൾ ആ വരഞ്ഞു വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് എല്ലാവരും ചിന്തിച്ച് കാണും അല്ലേ? അതെ, നിങ്ങളുടെ ഊഹം ശരിയാണ്. അതിൻ്റെ തോല് എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ്, അതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വരഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി ആ തക്കാളിയിൽ നിന്ന് തോല് നമുക്ക് വേർപെടുത്തി മാറ്റിവെക്കാം. അതിനുശേഷം ആ തോല് മാറ്റിയ തക്കാളി നല്ലോണം ഒന്ന് ഉടച്ചിട്ട് നേരത്തെ നമ്മൾ വേവിക്കാനെടുത്ത ആ വെള്ളമില്ലേ, അതിൽ തന്നെ അത് ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ തിളപ്പിക്കാം. പിന്നെ ഇത് നല്ല പുളിയുള്ള തക്കാളിയാണ്, അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ പുളി ചേർക്കുന്നില്ല. പകരം മാംഗ്ലൂർ സൈഡിലൊക്കെ രസം ഉണ്ടാക്കുമ്പം പുളി പോലെ തന്നെ കാണാൻ പുളിയോട് സാദൃശ്യമുള്ള ഒരു സാധനം അവർ ചേർക്കും. അതാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇതിന് പുളിയുടെ ടേസ്റ്റാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ രസത്തിനൊരു പ്രത്യേക ഫ്ലേവർ കിട്ടാനായിട്ടിത് വളരെ നല്ലതാണ്. ഇതിൻ്റെ മലയാളം എന്താണെന്ന് എനിക്കറിയില്ല. ഇതിന് ബിണ്ടാസോല് എന്നാണ് പറയാറ്. അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അതായത് മംഗലാപുരം സൈഡിലൊക്കെ ഇതാണ് രസം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറ്. അപ്പോൾ അതും കൂടെ തക്കാളിയിൽ നമ്മൾ ചേർത്ത്, ആ ഉടച്ച് വെച്ച തക്കാളിയും ചേർത്ത് നല്ലോണം ഒന്നുകൂടി അത് തിളയ്ക്കാൻ അനുവദിക്കുക. അതിനുശേഷം താളിപ്പ് കൊടുക്കാവുന്നതാണ്. താളിപ്പിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം കടുക്, 2 മണി ഉലുവ, കുറച്ച് ജീരകം, കറിവേപ്പില, വറ്റൽമുളക് എന്നിവ ചേർത്ത് നന്നായി മൂപ്പിച്ച ശേഷം സ്റ്റൗ താത്തി വെച്ച് നമ്മൾ നേരത്തെ ചേർത്ത് വെച്ച ആ പൊടിയൊക്കെ ഇതിനകത്തോട്ട് ചേർത്ത് സ്ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്ത് ഈ പൊടിയിൽ അല്പം വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി നേരത്തെ വേവിക്കാൻ വെച്ച് തക്കാളിയിലോട്ട് ചേർത്ത് ഒന്നുകൂടി തിളവന്നു കഴിഞ്ഞാൽ രസം തയ്യാറായി. അവസാനം മേമ്പൊടിക്ക് വേണ്ടി കുറച്ച് മല്ലിയിലയും കൂടി തൂവിക്കഴിഞ്ഞാൽ രസം തയ്യാറായി. അപ്പോൾ ഇതുപോലെ ഒരു തവണ നിങ്ങളും രസം ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങളും പറയും, ഈ രസത്തിനൊക്കെ എന്താ ഒരു രസം അല്ലേ? ഒരു കാര്യം ഞാൻ മറന്നുപോയി കേട്ടോ, ഇതിൽ കായപ്പൊടിയും കൂടി ചേർക്കണം, എന്നാൽ മാത്രമേ നല്ല രുചി ഉണ്ടാകത്തുള്ളൂ. അപ്പം ഈ റെസിപ്പി എല്ലാവരും വീട്ടുകൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.